ഞാൻ ആവി പിടിക്കാൻ പോവാ. എന്റെ കൂടെ നീയും കൂടെ ആവി പിടിക്കേ. വേറെ വഴിയൊന്നുമില്ല. ഇല്ല, മര്യാദയ്ക്ക് പറയുന്ന കേട്ടോ. വേം വാ, അല്ലെങ്കിൽ ഇതൊന്നും പെട്ടെന്ന് കുറയാൻ പോകുന്നില്ല. ഹാച്ചി, മേഘനെ വന്നേ. ഹാച്ചി. അയ്യോ മിഥുനേട്ടാ, ഇനി എന്നെ കൊണ്ട് പറ്റില്ല. അതിനിപ്പോ കുറച്ചു നേരമല്ലേ ആവി പിടിച്ചുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഈ ജലദോഷം കുറയാൻ പോകുന്നില്ല. ഒന്ന് വന്നേ, വരാൻ. വാ വാ വാ. മിഥുൻ, എന്താ മഞ്ജരി? വാട്ട് ഈസ് ദിസ്? വാട്ട് ഇസ് ദിസ് എന്ന് വെച്ചാ എന്താ നടക്കുന്നതെന്ന് കണ്ടിട്ട് മനസ്സിലായില്ലേ? മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാ ചോദിച്ചത്. നീ എന്തിനാ മേഘനയുടെ കൂടെ ആവി പിടിക്കുന്നേ? അതിലെന്താ എത്ര വലിയ തെറ്റ്? നിനക്ക് അത്രയ്ക്ക് അത്യാവശ്യം എന്താന്ന് ചോദിച്ചേ. ഒരാള് മറ്റൊരാളെ സഹായിക്കുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല മഞ്ജരി. മേഘന കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, അവളുടെ കാര്യം നോക്കാൻ അവക്കറിയാം. അതിന് നിന്റെ സഹായം അവക്ക് ആവശ്യമില്ല. നീ എന്തിനാ ഇങ്ങനെ എല്ലാത്തിനും ഇടയ്ക്ക് കയറി ചെല്ലുന്നേ? അതെ മഞ്ജരി, അവൾക്ക് നല്ല സുഖമില്ലാതിരിക്കുക. ചില സമയത്ത് ആരെങ്കിലും നിർബന്ധിച്ചാൽ മാത്രമേ അവൾ അവളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കൂ. ഒരു അസുഖം വരുമ്പോൾ നമ്മളായാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇതൊരു കൊച്ചു കാര്യമല്ലേ മഞ്ജരി? എന്തിനാ വെറുതെ ഇത് വലിച്ചു വലുതാക്കുന്നേ? ഓ, എന്റെ വിഷമം നിനക്കൊരു കൊച്ചു കാര്യമായിട്ട് തോന്നുന്നുണ്ടല്ലേ? അതെ മഞ്ജരി, വെറുതെ കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് കാട് കയറി ചിന്തിക്കുന്നത് നിന്റെ സ്വഭാവ. ആവശ്യമില്ലാതെ ഓരോന്നും മനസ്സിൽ ചിന്തിച്ചിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. ഇത് നന്നായിട്ടുണ്ട്. ഇതിപ്പം ഞാൻ എന്ത് ചെയ്യണമെങ്കിലും നിന്റെ അനുവാദം വാങ്ങണം എന്നുള്ള സ്ഥിതിയാണല്ലോ. അതിനെനിക്ക് സൗകര്യമില്ല. മേഘനയുടെ കാര്യത്തിൽ നീ ഇടപെടാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. മേഘനെ, നീ ആവി പിടിക്കാൻ നോക്ക്. എന്നിട്ട് വൈകിട്ട് ഒന്നുകൂടി ആവി പിടിക്കണം. എന്നാലേ കുറച്ചുകൂടി ആശ്വാസം കിട്ടൂ. കേട്ടല്ലോ? വാ. അവൾക്ക് നല്ല സുഖമില്ലാതിരിക്കുക. ചില സമയത്ത് ആരെങ്കിലും നിർബന്ധിച്ചാൽ മാത്രമേ അവൾ അവളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കൂ. ഒരു അസുഖം വരുമ്പോൾ നമ്മളായാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ? അതെ മഞ്ജരി,
വെറുതെ കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് കാട് കയറി ചിന്തിക്കുന്നത് നിന്റെ സ്വഭാവമാണ്. നിനക്ക് എന്ത് പറ്റി മഞ്ജരി? എന്താ എന്നോട് പറയേ? നീ എന്തിനാ മഞ്ജരി നിന്നെ തന്നെ ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്നേ? വേദനിക്കുന്നില്ലേ നിനക്ക്? എന്റെ ഹൃദയത്തിലെ നൊമ്പരത്തിനേക്കാളും ഈ വേദന അത്ര വലുതൊന്നുമല്ല ഹർഷിണി. അങ്ങനെ എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ? ആ മേഘനയ്ക്ക് ജലദോഷം പിടിച്ചിരിക്കുകയാണത്രേ. നിന്റെ ഏട്ടൻ അവളെയും കെട്ടിപ്പിടിച്ചോണ്ട് ആവി പിടിക്കായിരുന്നു. നാട്ടിൽ പോയപ്പോ തൊട്ട് മിഥുൻ ആ മേഘനയുടെ പുറകെ വാലെ തൂങ്ങി നടക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്കിടയിലുള്ള ആ അടുപ്പം എവിടുന്ന് തുടങ്ങിയതാണെന്നാ എനിക്കിപ്പോ മനസ്സിലാവാത്തെ. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. രണ്ടെണ്ണത്തിനെയും കത്തിച്ച് ചാമ്പലാക്കാനാ എന്റെ മനസ്സിപ്പോ പറയുന്നത്. എന്ത്? മിഥുനേട്ടൻ മേഘനെ ശുശ്രൂഷിച്ചുകൊണ്ട് നടക്കുവാണെന്നോ? അതെ ഹർഷിണി, അവളൊന്ന് തുമ്മിയതേ ഉള്ളൂ, അപ്പോഴേക്ക് ഇവനും ജലദോഷം വന്നു. അതുകൊണ്ടല്ലേ അവളെയും കെട്ടിപ്പിടിച്ചോണ്ട് ഒരു പുതപ്പിനുള്ളിൽ ഇരുന്നത്. എന്തൊക്കെയാ ഇത് മഞ്ജരി? ഈ ഏട്ടന്റെ മനസ്സെന്താണെന്ന് പിടി കിട്ടുന്നില്ലല്ലോ. ചില നേരത്ത് മേഘനയെ ആട്ടി പായിക്കുന്നത് കാണാം, പിന്നെ ചിലപ്പോ ഇങ്ങനെ അവളുടെ പുറകെ നടക്കുകയും ചെയ്യും. നിന്നെ കാണുമ്പോ നിന്നോട് ഭയങ്കര സ്നേഹമായിരിക്കും, അത് കഴിഞ്ഞ് മേഘനയെ കാണുമ്പോ അങ്ങോട്ടങ്ങ് ചായഞ്ഞോളൂ. ഈ ആണെന്ന് പറയുന്ന വർഗം തന്നെ ഇങ്ങനെയാ. അവരുടെ മനസ്സ് ഒരു പെണ്ണിലും അടങ്ങി ഒതുങ്ങി നിൽക്കില്ല. പക്ഷെ എന്റെ ഏട്ടൻ മറ്റുള്ളവരെ പോലെ ആളത്ര മോശമല്ല, നിനക്കും അത് അറിയാവുന്ന കാര്യമല്ലേ? പക്ഷെ എനിക്ക് ഇപ്പൊ അവന്റെ കാര്യത്തിൽ സംശയമുണ്ട്. അതൊന്നും വേണ്ട മഞ്ജരി, ഒന്നും എന്റെ ഏട്ടന്റെ കുറ്റമല്ല, ആ മേഘനയുടെ സൂത്രം. പുറത്തു പറയുന്നത് ഭർത്താവിനെ വേണ്ടാന്നും ഈ വീടുമായിട്ട് ഒരു ബന്ധവും വേണ്ടാന്നും ഒക്കെയാ. പക്ഷെ പുറകെ കൂടി ഏട്ടനെ വലയിലാക്കാൻ അവളെന്തൊക്കെയോ വലിയ കാര്യങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ തുടങ്ങിയ എല്ലാം കൈവിട്ട് പോവും മഞ്ജരി. കുറച്ചു നാൾ കഴിഞ്ഞ് അവളിവിടുന്ന് പൊയ്ക്കോളുന്ന നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ കുറച്ചു നാളുകൾക്കുള്ളിൽ മേഘനെയെല്ലാം തനിക്ക് അനുകൂലമായി മാറ്റിയെടുക്കുമെന്ന് എനിക്ക് പേടിയാവുന്നു മഞ്ജരി. ഒരിക്കലുമില്ല ഹർഷണി. ആ പട്ടിക്കാട്ടിലെ പിശാശിനെ അത്ര കണ്ട് ഞാനങ്ങോട്ട് കടത്തിവിടില്ല. സിറ്റിയിലെ നാഗരികതയുടെ മുന്നിൽ കുഗ്രാമത്തിലെ ചാണകക്കുഴിയിൽ നിന്ന് വന്നവളെ പൊങ്ങാൻ ഞാൻ അനുവദിക്കില്ല. ഇനി എന്റെ സ്വരൂപം അവള് കാണും. വളരെ വൈകാതെ തന്നെ. നന്ദൻ കുടുംബത്തിലെ എല്ലാവരും മേഘനെ വെറുക്കും. അതിനുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എക്സ്ക്യൂസ് മീ മാഡം, ആരെ കാണാൻ വന്നതാ? മിസ്റ്റർ മിഥുനോ ജയദേവനോ ഉണ്ടെങ്കിൽ ഒന്നും കൂട്ടി വിളിക്കാമോ? വിളിക്കാലോ, നിങ്ങൾ ഇരിക്കൂ. നമസ്കാരം സാർ. നമസ്കാരം, ഇരിക്കൂ. നമസ്കാരം മാഡം. നമസ്കാരം, ഇരിക്കൂ. താങ്ക് യു. ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാ. ഫോണിൽ കൂടി പറയുന്നതിനേക്കാളും ആ മംഗള വാർത്ത നേരിട്ട് പറയാമെന്ന് വിചാരിച്ചു. അത് കേൾക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ വല്ലാത്തൊരു ആകാംക്ഷയുണ്ട്. പറഞ്ഞോളൂ. എല്ലാ വർഷവും ടർക്കിയിലെ കൺസ്ട്രക്ഷൻ ബിസിനസിനെ സംബന്ധിക്കുന്ന ഒരു അവാർഡ് ഫംഗ്ഷൻ നടക്കാറുണ്ട്. കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയെ രാജ്യത്തിന്റെ ഓരോ സ്റ്റേറ്റിൽ നിന്നും തെരഞ്ഞെടുത്ത് അവർ അവാർഡ് കൊടുക്കാറുണ്ട്. ഈ കൊല്ലം ആ അവാർഡിനായി നമ്മുടെ സ്റ്റേറ്റിൽ നിന്നും തെരഞ്ഞെടുത്തിരിക്കുന്നത് മിസ്റ്റർ മിഥുൻ നന്ദനെയാണ്. ഇത് ശരിക്കും വലിയൊരു മംഗളവാർത്ത തന്നെയാണ്. മിഥുൻ ഈ അവാർഡ് കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. ഈ അവാർഡ് സ്വീകരിക്കാൻ മിഥുൻ ടർക്കി വരെ പോകേണ്ടി വരും. ഇപ്പൊ മിഥുനേട്ടൻ ടർക്കിയിലേക്ക് പോയാ ഞാൻ എങ്ങനെയാ മിഥുനേട്ടന്റെ കൂടെ ഉണ്ടാവുക?
പക്ഷെ മിഥുനേട്ടനെ തനിച്ച് അയക്കരുതെന്നും എല്ലായിടത്തേക്കും കൂടെ പോണമെന്നും പണിക്കര് പറഞ്ഞതല്ലേ. ഞാൻ അടുത്തില്ലെങ്കിൽ ഏത് അപകടം എപ്പം മിഥുനേട്ടനെ ആക്രമിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഈ അവാർഡ് ഫംഗ്ഷന് മിസ്റ്റർ മിഥുനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ടർക്കിയിലേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. നിന്റെ മകന്റെ ജാതകത്തിൽ ദോഷങ്ങളുണ്ട്. പക്ഷെ നിന്റെ മരുമകൾ അവനോടൊപ്പമുള്ള ഓരോ ക്ഷണവും ആ അപകടങ്ങൾ അവനെ അകാല മൃത്യുവിലേക്കാണ് നയിക്കുന്നതെന്നുള്ള കാര്യം മറക്കരുത്. നിന്റെ മരുമകൾ അവനോട് കൂടുതൽ അടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മിഥുനോടൊപ്പം അവന്റെ ഭാര്യയ്ക്ക് മാത്രമേ പോകാൻ സാധിക്കൂ എന്നുണ്ടോ? അതെപ്പോഴും ഭാര്യയ്ക്കാണല്ലോ എല്ലായിടത്തും പ്രയോറിറ്റി കിട്ടുക. അല്ലെങ്കിൽ മിഥുന്റെ ബിസിനസ് പാർട്ണർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ പോവാം. ഈ ഫോംസ് ഒക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്ത് തരണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ആയിക്കോട്ടെ സർ. ഓക്കെ, ഞങ്ങൾ ശരി. ഇറങ്ങി. കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ സൺ. താങ്ക് യു സോ മച്ച് ഡാഡ്. അങ്ങനെ മിഥുനും മേഘനയും കൂടി ടർക്കിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. മിഥുനോടൊപ്പം മേഘന പോവേണ്ട കാര്യമില്ല. അതെന്താ അരുണിമേ, മിഥുനോടൊപ്പം ആ ഫംഗ്ഷന് മിഥുന്റെ ഭാര്യയ്ക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലേ അവര് പറഞ്ഞത്? ആരെന്തു പറഞ്ഞാലും മിഥുനോടൊപ്പം മേഘന പോവാൻ ഞാൻ അനുവദിക്കില്ല. അമ്മ പറഞ്ഞതനുസരിച്ച് മിഥുനേട്ടൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് പോയാ എനിക്ക് മിഥുനേട്ടനെ രക്ഷിക്കാനുള്ള അവസരം നഷ്ടപ്പെടും. ഏട്ടൻ തിരിച്ചെത്തുന്നത് വരെ ഏട്ടൻ എന്താ പറ്റിയിരിക്കുക എന്നുള്ള ടെൻഷനോട് ജീവിക്കേണ്ടി വരും. എന്താ ചെയ്യാ? അരുണിമേ, ബിസിനസ് കാര്യങ്ങളിൽ കുടുംബകലഹം കൂട്ടിക്കുഴയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ മേഘനയെ നീ തടഞ്ഞു നിർത്താതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്താ ജയദേവേട്ടി പറയുന്നേ? മേഘന മിഥുനോടൊപ്പം ഉള്ളിടത്തോളം നേരം മിഥുന എന്തൊക്കെ അപകട അടുത്ത് ഉടനെ പറയാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ പിന്നെ ഇത്രയും ദൂരം മിഥുനോടൊപ്പം മേഘനയെ എങ്ങനെ പറഞ്ഞയക്കുക ചേട്ടാ? അറ്റുപോയ അവരുടെ ബന്ധത്തെ ഇത്തരം ഒക്കേഷൻസിൽ ഒരുമിച്ച് പറഞ്ഞയച്ച് വീണ്ടും വിളക്കി ചേർക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അത്ര അത്യാവശ്യമാണെങ്കിൽ മിഥുന്റെ പാർട്ട്ണർ എന്നുള്ള നിലയിൽ മഞ്ജരി കൂടെ പോട്ടെ. മോം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ എന്നോടൊപ്പം ടർക്കിയിലേക്ക് മേഘനയെ കൊണ്ടുപോകണമെന്നാണ് വിചാരിക്കുന്നത്. മിഥുനേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? മോമെല്ലാം തീരുമാനിച്ചുറപ്പിച്ച് പറഞ്ഞ ശേഷം ഏട്ടൻ എങ്ങനെ തനിച്ചൊരു ഡിസിഷൻ എടുക്കുക? ഹർഷിണി, സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ തീരുമാനങ്ങൾ മാറ്റേണ്ടി വരും.
അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കേ. എന്താ മിഥുൻ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? മേഘന നിന്നോടൊപ്പം വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. മോം, ഈ വിഷയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എന്തു തന്നെയായാലും മേഘനയെ കൂടെ കൂട്ടണമെന്ന് ഞാൻ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. വാട്ട് ആർ യു ടോക്കിംഗ് മിഥുൻ? ആന്റിയുടെ വാക്കുകൾ ധിക്കരിക്കാനാണോ നീ ഇപ്പൊ ശ്രമിക്കുന്നത്? ആന്റിക്ക് മാത്രമല്ല, എനിക്ക് നീ മേഘനയെ കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല. മഞ്ജരി, നീ ഇപ്പൊ ഇവിടെ സംസാരിക്കണ്ട. ഞാൻ എന്റെ മോമിനോട് സംസാരിക്കുന്നേ. സംസാരിക്കാൻ ഇനിയൊന്നും ബാക്കിയില്ല മിഥുൻ. നീ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ. ഇനി എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. ഏട്ടാ, ഏട്ടന് പെട്ടെന്ന് ഇപ്പൊ എന്താ പറ്റിയെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോളെ മേഘനെ, മിഥുൻ നിന്നെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചത് എനിക്ക് എത്രമാത്രം സന്തോഷമായെന്നറിയോ? ഏട്ടന്റെ കൂടെ നിന്ന് ഏട്ടനെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള സന്തോഷം എന്റെ മനസ്സിലുണ്ട് അച്ഛാ. പക്ഷെ അമ്മയുടെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് മിഥുനേട്ടൻ എങ്ങനെയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തേ? മോളെ, മിഥുന്റെ സ്വഭാവം നിനക്ക് ശരിക്കറിയാത്തത് കൊണ്ടാ അവന് നിന്നോട് അത്രക്കിഷ്ട. അമ്മയുടെ വാത്സല്യത്തെക്കാളും നിന്നോടുള്ള സ്നേഹം അവൻ വില വെക്കുന്നുണ്ട്. അവന്റെ ആ സ്നേഹം നീയും മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഞാൻ എന്നോടൊപ്പം ടർക്കിയിലേക്ക് മേഘനയെ കൊണ്ടുപോകണമെന്നാ വിചാരിക്കുന്നേ. മോമെല്ലാം തീരുമാനിച്ചുറപ്പിച്ച് പറഞ്ഞ ശേഷം ഏട്ടൻ എങ്ങനെ തനിച്ചൊരു ഡിസിഷൻ എടുക്കുക? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കേ. മോം, ഈ വിഷയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എന്തു തന്നെയായാലും മേഘനയെ കൂടെ കൂട്ടണമെന്ന് ഞാൻ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. മോം, മോമിന് എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? ഞാൻ ദേഷ്യപ്പെട്ടതുകൊണ്ട് നീ നിന്റെ തീരുമാനം മാറ്റാൻ പോകുന്നില്ലല്ലോ. ഞാൻ നിരസിച്ച നിന്റെ ചിന്തകൾക്ക് മാറ്റം ഉണ്ടാവില്ല. അങ്ങനെയല്ല മോം. എനിക്ക് താല്പര്യമില്ലെന്ന് അറിഞ്ഞിട്ടും നീ നിന്റെ ഇഷ്ടത്തിന് തന്നെയല്ലേ പെരുമാറുന്നത്. മോം, എന്തിനു ഞാൻ അങ്ങനെ ചെയ്തെന്നോ എന്തിനു മോമിനെ ധിക്കരിച്ചുവെന്നോ ഒരു തവണയെങ്കിലും എന്റെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? ഇനി ഇതിൽ ആലോചിക്കാൻ എന്തായിരിക്കുന്നത്? ഇന്ന് വരെ നീ എന്റെ വാക്കുകളെ ധിക്കരിച്ചിട്ടില്ല. ഞാൻ വരച്ച വര നീ കടന്നു പോയിട്ടുമില്ല. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ മോൻ ഈ അമ്മയുടെ വാക്കുകളെ തള്ളി പറയുന്നത്. ഞാൻ അരുതെന്ന് പറഞ്ഞിട്ട് നീ അത് ചെയ്യുന്നുണ്ടല്ലോ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? നീ എന്റെ കയ്യിൽ നിന്നും വഴുതി പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ. അതങ്ങനെയല്ല മോം, ഇങ്ങനെ വലിയ വാക്കുകളൊന്നും പറയല്ലേ.